here in Kodakara, the upcoming big highway which they are proposing for 45 meters, without consulting the local population, if it is taken ahead, it is an undemocratic agenda which cannot be then called as the developmental agenda. The basic test of development has to be democratic plan. And that is the critical issue today all over the country. It was the issue in Nandigram, it was the issue in Narmada, it is the issue in the urban planning all over the country. പൊതുഗതാഗതം മെച്ചപ്പെടുത്തണം എന്ന് തന്നെയാണ് പ്രധാനം. 80% ജനങ്ങൾ ദിവസത്തിൽ ഒരിക്കലെങ്കിലും തെരുവിലൂടെ നടക്കുന്നവരാണ്. അങ്ങനെ നടക്കുന്ന തെരുവിൽ അവർക്ക് എന്തെങ്കിലും മുൻഗണന നമ്മുടെ തെരുവുകളിൽ ലഭിക്കുന്നുണ്ടോ? സാധാരണ ആളുകൾക്ക് വീട് വയ്ക്കാനും മറ്റു കാര്യങ്ങൾക്ക് ഭൂമി നടത്തുകയും ലഭിക്കുന്നുണ്ടോ? എന്തിനാണ് ഭൂമി ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് ഈ പ്രക്രിയകൾ മുമ്പോട്ട് പോകുന്നത്? നമുക്ക് ജില്ലാ പ്ലാനിങ്ങുകളുണ്ട്. കേരളത്തിലത് ഇടതു വലതും മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ രാജ്യം മുഴുവൻ ഈ ജില്ലാ പ്ലാനിംഗ് അല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് വിലക്കെടുത്തിട്ടുള്ളത്? നമുക്കറിയാം, ഒരിടത്ത് 3 ഘട്ട പ്ലാനിംഗ് എന്ന് പറയുന്നത്, 3 ഘട്ട പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് ഹൈവേ മാത്രമല്ല, ഒരു വികസന പദ്ധതിക്കും അവരുമായി ആലോചിക്കാറില്ല. എല്ലാ വികസന പദ്ധതിയും അവരുടെ കൂടെ തന്നെയായിരിക്കണം. അത് അണക്കെട്ടായാലും കല്ലുകളായാലും പ്രാദേശിക ജനത അറിഞ്ഞിരിക്കണം. അതുപോലെ ഭൂമി ഏറ്റെടുക്കുന്നതാണെങ്കിൽ പ്രാദേശിക ജനതയെ അറിഞ്ഞില്ലാതെ ഭൂമി ഏറ്റെടുക്കാൻ പാടില്ല. ഇന്ന് ഭൂമി ഏറ്റെടുക്കുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1894 നിയമം അനുസരിച്ചാണ്. അങ്ങനെയാണ് ജനങ്ങളെ കുടിയിറക്കുന്നത്. ദേശീയപാതക്കായാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള താപവൈദ്യ നിലയങ്ങൾക്കായാലും ഇത് തന്നെയാണ്. ജനങ്ങളുമായി ചർച്ച നടക്കാറില്ല, ജനങ്ങളുമായി ആലോചിക്കാറില്ല. അടിസ്ഥാന വികസനം എന്താണ് തങ്ങളുടെ ഗ്രാമത്തിന് വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഒരിക്കലും അതിനാസൂത്രണം ജനങ്ങൾക്ക് കൊടുക്കാറില്ല. അവർക്ക് ആരൊക്കെയോ തീരുമാനിക്കുന്ന ഏതൊക്കെയോ പദ്ധതികൾ അനുഭവിക്കാൻ അല്ലെങ്കിൽ അതിഥികളാകാനാണ് അവർക്ക് വിധി. ഇപ്പോൾ ഇവിടെ തന്നെ 45 മീറ്റർ ഇതിന് വേണമെന്ന് ആരാണ് തീരുമാനിച്ചത്? ആ ജനങ്ങളെക്കാര്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ? ജനങ്ങളെക്കാര്യത്തിൽ ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നന്ദിഗ്രാമിലും നർമ്മദയിലും ഇപ്പോൾ രാജ്യത്തിന്റെ പല ഭാഗത്തും നടക്കുന്ന വിവിധ സമരങ്ങളുടെ അടിസ്ഥാനം ഇതാണ്. ജനങ്ങളുടെ സമ്പത്ത് ജനങ്ങളുടെ താല്പര്യമില്ലാതെ അവരിൽ നിന്ന് കൊള്ളയടിക്കുന്നു. ഇത് ജനാധിപത്യ വിരുദ്ധമായ പ്രക്രിയയാണ്. വികസനം ജനാധിപത്യപരമാണ്. There is no referendum, but there is not even consultation. We demand that the consent of the local communities to any development plan and project, whether it is a national highway or any other housing scheme or a dam or a mine, must be a precondition for any project. And that is what is now getting reflected for the first time in the new land acquisition bill. But for the companies, for the builders, where the land is handed over, there should be no possible acquisition by the state. തീർച്ചയായും ജനങ്ങളുടെ പ്രാദേശിക ജനവിഭാഗങ്ങളുടെ ചർച്ച ചെയ്യാൻ അത്തരം ഒരു വികസന തീരുമാനമെടുക്കാൻ പാടില്ല. ഭൂമി ഏറ്റെടുക്കുന്നതിൽ പാടില്ല. അത്തരത്തിലുള്ള സമരങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്ത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ഭൂമി ഏറ്റെടുക്കൽ പുനരധിവാസ നിയമത്തിൽ ഇത് വരുന്നുണ്ട്. പക്ഷേ അവിടെയും സ്വകാര്യ ആവശ്യങ്ങൾക്ക്, സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാനുള്ള അധികാരം സർക്കാരിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. It was the British Empire that brought in this Forcible Land Acquisition Act of 1894, which is still used. What we want today is people's participation. Democracy and representative democracy cannot be limited to the Sansad, the parliament. Even the parliamentary democracy is a representative democracy. They are your and my representatives. If they cannot represent our wishes, we should be able to call them back, recall, repeat. That is the new way of pushing the electoral reform. But even today, why we are asking for participation and consultation? Because then only you can raise the question. Is this NH 17 and 47? Is this the road for which the lands were acquired decades ago and it is now coming up? Is it the road that needs further widening? Why? What is the agenda? Are they planning for the cars that would be on the road 25 years later? As they are planning the airport? Go and see the new face of Delhi and also the Kochi airport. You have to walk 1 kilometer inside Delhi especially.
the name of airport. No one is saying no airport. But there is a limit to the style and scale. Everything that is Western, European, American is getting reflected into our plans. And that is why the pace is changing. Same is the infrastructure. If you are involved, we can raise questions. Why education? Why students? There should be a smooth democratic process through dialogue. Then you can ask, how many houses will be affected? Here in Kerala, it is ridiculous to think of widening the road even by 5 meters, leave aside 15 meters. How many houses will be demolished in that? The two highways are taking a toll of 3 lakh houses. Is that a must? Will that displacement be taken care of? You will ask this question. You will ask the question, how is it north-south beautification of highways will affect, as Mohandas was rightly saying, affect the east-west communication? How would it cut across the village roads, which they are not bothered about? Villages are anyway to go away. They want to not only naturally urbanize the villages, as to some extent it is happening in Kerala, but they also want the villagers to migrate to urban areas and then have a 50% of population in the urban areas. So who bothers about the villages? So you will raise this question from the point of view of local situation